ഓം ഹരിശ്രീ ഗണപതേ നമഃ. അധ്യായം 1. പ്രണാമങ്ങൾ. ഗോതമ്പ് പൊടിക്കലും അതിൻ്റെ താത്വികമായ പ്രാധാന്യവും. പ്രാചീനവും ആദരണീയവുമായ കീഴ്വഴക്കമനുസരിച്ച് സകല ദേവന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഹേമത് പന്ത് സായി സച്ചരിതം എഴുതുവാൻ തുടങ്ങുന്നത്. ആദ്യമായി വിഘ്നവിനാശകനായ ശ്രീ ഗണപതിയോട് യാതൊരു തടസ്സവുമില്ലാതെ സായി സച്ചരിതം പൂർത്തിയാക്കി തരുവാനും ബാബ തന്നെ ശ്രീ ഗണേശ്വരനാണെന്ന വിശ്വാസത്തോടെ ഈ പുസ്തകം ഒരു വിജയമാക്കി തരുവാനും പ്രാർത്ഥിക്കുന്നു. പിന്നീട് വാഗ്ദേവതയായ ശ്രീ സരസ്വതി ദേവിയോട് ഈ പുണ്യചരിതം എഴുതുവാനുള്ള പ്രചോദനം തരുവാനായി പ്രാർത്ഥിക്കുകയും ബാബ തന്നെ ദേവിയാണെന്നും ബാബയുടെ ജീവചരിത്രം ബാബ തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ വിവരിക്കുകയാണെന്നും പറയുന്നു. പിന്നീട് സൃഷ്ടി, സ്ഥിതി, സംഹാര ദേവതകളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സ്തുതിക്കുകയും ബാബ തന്നെ ഈ ദേവന്മാർക്ക് താതാത്മികത്വമുള്ള സദ്ഗുരുവാണെന്നും സംസാരസാഗരം കടക്കുവാൻ ബാബ സഹായിക്കും എന്ന് പറയുന്നു. പിന്നീട് പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ടതായ കൊങ്കണദേശത്തുള്ള ആദിപുരുഷൻ എന്ന് വിശ്വസിച്ചു വരുന്ന ദേവനായ ആദിനാരായണനെയും നമിക്കുന്നു. അതിനുശേഷം ഹേമത് പന്തിൻ്റെ ഗോത്രനാഥനായ ഭരദ്വാജ മുനിയെയും മറ്റു ഋഷികളായ യാജ്ഞവൽക്യൻ, ഭൃഗു, പരാശരൻ, നാരദൻ, വേദവ്യാസൻ, സനകൻ, സനന്ദൻ, സനൽകുമാർ, ശുഗൻ, ശൗനകൻ, വിശ്വാമിത്രൻ, വസിഷ്ഠൻ, വാൽമീകി, വാമദേവൻ, ജൈമിനി, വൈശമ്പായനൻ, നവയോഗീന്ദ്രൻ മുതലായവരെയും ആധുനിക ഋഷികളായ നിവൃത്തി, ജ്ഞാനദേവൻ, സോപൻ, മുക്താബായി, ജനാർദ്ദനൻ, ഏകനാഥ്, നാമദേവ്, തുക്കാറാം, കണ്ണ, നരഹരി മുതലായവരെയും നമസ്കരിക്കുന്നു. അനന്തരം പിതാമഹനായ സദാശിവനെയും പിതാവായ രഘുനാഥനെയും തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ അമ്മയെയും പിന്നീട് വളർത്തിക്കൊണ്ടുവന്ന പിതൃസഹോദരിയെയും തന്നെ വളരെ സ്നേഹിച്ച ജ്യേഷ്ഠനെയും നമസ്കരിക്കുന്നു. തദനന്തരം അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ഗ്രന്ഥം വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വായനക്കാരെയും നമസ്കരിക്കുന്നു. അവസാനമായി ദത്താത്രേയ അവതാരവും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നു മനസ്സിലാക്കി തന്ന സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥിനെയും ദൈവചൈതന്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമസ്കരിക്കുന്നു. പരാശരൻ, വ്യാസൻ, ശാന്തില്യൻ മുതലായവർ വിവരിച്ച ഭക്തിമാർഗങ്ങളെ ചുരുക്കി പറഞ്ഞ് ഗ്രന്ഥകർത്താവ് താഴെ കാണിച്ച കഥ പറയുന്നു. 1910 ശേഷം ഒരു സുപ്രഭാതത്തിൽ സായിബാബയുടെ ദർശനത്തിനു വേണ്ടി ഞാൻ ഷിർദിയിലെ മസ്ജിദിൽ ചെന്നു. അവിടെ ഞാൻ കണ്ട കാര്യം അത്ഭുതാവഹമായിരുന്നു. സായിബാബ വായും മുഖവും കഴുകി ഗോതമ്പ് പൊടിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബാബ നിലത്തൊരു ചാക്കു വിരിച്ച് അതിന്മേലൊരു തിരികല്ല് വെച്ച് കുറച്ച് ഗോതമ്പ് ഒരു മുറത്തിലെടുത്തിട്ട് കഫ്നിയുടെ കൈ ചുരുട്ടിക്കയറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് തിരിച്ചുകൊണ്ട് കുറച്ച് ഗോതമ്പ് തിരിക്കല്ലിലിട്ടിട്ട് പൊടിക്കുവാൻ തുടങ്ങി. ഞാൻ ഇത് കണ്ട് ഈ ഭിക്ഷാംദേഹിയായ യാതൊരു ധനവുമില്ലാത്ത യാതൊന്നും സൂക്ഷിച്ചു വെക്കാത്ത ബാബയ്ക്ക് ഗോതമ്പ് പൊടിക്കേണ്ട കാര്യമെന്താണ് എന്നാലോചിച്ചു. അവിടെ കൂടിയിരുന്ന മറ്റു പലരും അങ്ങനെ ആലോചിച്ചിരുന്നു. എങ്കിലും ബാബയോട് അതിനെപ്പറ്റി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അല്പസമയത്തിനുള്ളിൽ ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്ന വർത്തമാനം ഗ്രാമം മുഴുവൻ പറഞ്ഞറിയുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾ ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അതിൽ ധൈര്യശാലിനികളായ 4 സ്ത്രീകൾ മുന്നോട്ട് കയറി വന്ന് ബാബയെ പിടിച്ചുമാറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ചു. ബാബയുടെ ലീലകളെപ്പറ്റി പാടിക്കൊണ്ട് പൊടിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ബാബയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും പ്രസ്തുത സ്ത്രീകളുടെ ഭക്തിയും സ്നേഹവും കണ്ട് ബാബ സന്തുഷ്ടനായി പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ സ്ത്രീകൾ അങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കെ ബാബയ്ക്ക് വീടോ ധനമോ ഇല്ലെന്നും കുട്ടികളെയോ മറ്റോ നോക്കാനില്ലെന്നും ഭിക്ഷയെടുത്ത് ജീവിക്കലാണെന്നും മറ്റും അവർ ചിന്തിച്ചു. ഈ ഗോതമ്പ് പൊടി ബാബയ്ക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഇത്രയധികം മാവ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു പക്ഷേ ദയാലുവായ ബാബ ഈ മാവ് നമുക്ക് തരുമായിരിക്കും എന്ന് ആലോചിച്ചു പാട്ട് തുറന്ന് പാടിക്കൊണ്ടും അവർ മുഴുവൻ ഗോതമ്പ് പൊടിക്കുകയും തിരിക്കല്ല് മാറ്റിവെച്ച് ഗോതമ്പ് പൊടി 4 വീതിച്ച് ഓരോരുത്തർ ഓരോ വീതമെടുത്ത് സ്ഥലം വിടാൻ തുടങ്ങുകയും ചെയ്തു. അതുവരെ ശാന്തനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ബാബ ദേഷ്യം വരികയും സ്ത്രീകളോട്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്താണോ കൊള്ളയടിക്കുന്നത്
ഞാൻ നിങ്ങളോട് വല്ല ഗോതമ്പും കടം വാങ്ങിയിട്ടുണ്ടോ നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ടു പോകാൻ? ആട്ടെ, ഒരു കാര്യം ചെയ്യൂ, ഈ ഗോതമ്പ് പൊടിയെടുത്ത് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറിക്കൊള്ളുവിൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ത്രീകൾ ഇത് കേട്ട് വിഡ്ഢികളാവുകയും തമ്മിൽ പിറുപിറുത്തുകൊണ്ട് ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറുകയും ചെയ്തു. ഇത് കണ്ട് എന്താണ് ബാബ ചെയ്തത് എന്ന് ഞാൻ ശ്രുതിക്കാരോട് അന്വേഷിച്ചു. അപ്പോൾ അവർ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കാനുള്ള ബാബയുടെ പ്രതിവിധി ഇപ്രകാരമാണെന്നും പറഞ്ഞു. ബാബ പൊടിച്ചത് ഗോതമ്പ് മണികളല്ല, കോളറയെ തന്നെയാണ്. അതാണ് ഗ്രാമ അതിർത്തിക്ക് പുറമെ കൊണ്ടുപോയി കളയുവാൻ നിർദ്ദേശിച്ചത്. അന്നു മുതൽ ഗ്രാമത്തിൽ കോളറ ശമിക്കുകയും ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു. ഞാനിതറിഞ്ഞ് സന്തുഷ്ടനായെങ്കിലും എൻ്റെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇപ്രകാരം ആലോചിച്ചു, കോളറയും ഗോതമ്പുമാവും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊരു അവർണ്ണനീയമായ സംഭവമാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം. ബാബയുടെ ലീലയോർത്ത് മനസ്സാ സന്തുഷ്ടനാകുന്നു. ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ഞാൻ ആനന്ദവാനായി ആ പ്രചോദനം കൊണ്ട് എഴുതുന്നതാണ് ഈ സച്ചരിതം. അങ്ങനെ ബാബയുടെ അനുഗ്രാശിസ് കൊണ്ട് ഈ പുസ്തകം വിജയപ്രദമായെന്ന് നമുക്കറിയാം. ഗോതമ്പ് പൊടിക്കുന്നതിൻ്റെ താത്വിക പ്രാധാന്യം. ശ്രുതിക്കാർ ഗോതമ്പ് പൊടിക്കുന്നതിന് കൊടുത്ത അർത്ഥത്തിന് പുറമെ അതിന് താത്വികമായ ഒരു പ്രാധാന്യവും കൂടിയുണ്ട്. സായിബാബ ശ്രുതിയിൽ 60 കൊല്ലത്തോളം താമസിച്ച കാലം അത്രയും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തിരികല്ല് കൊണ്ട് പൊടിക്കുക പതിവായിരുന്നു. അത് ഗോതമ്പ് മാത്രമായിരുന്നില്ല, ഭക്തന്മാരുടെ പാപഭാരങ്ങളും മാനസികവും ശാരീരികവുമായ കഷ്ടതകളും ഒക്കെയായിരുന്നു പൊടിച്ചിരുന്നത്. തിരിക്കല്ലിൻ്റെ 2 കല്ലുകൾ ശക്തിയും കർമ്മവുമാണ്. കർമ്മം താഴെയും ശക്തി മുകളിലും. ബാബ പിടിച്ചു തിരിച്ചിരുന്ന കുറ്റിയാണ് ജ്ഞാനം. ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വളർത്തിയെടുക്കാൻ വിട്ടുപോവാത്ത മട്ടിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപങ്ങളെയും സത്വരജ തമോ ഗുണങ്ങളെയും അഹങ്കാരത്തെയും പൊടിച്ച് കളഞ്ഞാൽ മാത്രമേ സാധ്യമാവൂ എന്നത് ബാബയുടെ ഉറച്ച അഭിപ്രായമായിരുന്നു. ഇത് കബീറിൻ്റെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ത്രീ ഗോതമ്പ് പൊടിക്കുന്നത് കണ്ടപ്പോൾ കബീർ ഗുരു നിപരിതഞ്ജനോട് പറഞ്ഞു, ഞാൻ കരയുന്നത് ലൗകികത്തിൽ ഞാൻ ഈ തിരിക്കല്ലിൽ ധാന്യം പൊടിക്കുന്നത് പോലെ അരയ്ക്കപ്പെടുന്ന വേദന കൊണ്ടാണ്. നിപതിരഞ്ജൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ തിരിക്കല്ലിൻ്റെ പിടിയാകുന്ന ജ്ഞാനത്തെ ഞാൻ ചെയ്യുന്നത് പോലെ മുറുക്കി പിടിച്ചോളൂ. എന്നിട്ട് ദൂരെയൊന്നും പോവേണ്ട, അതിൻ്റെ മധ്യത്തെ നോക്കി തിരിച്ചോളൂ. നിന്നെ തീർച്ചയായും രക്ഷപ്പെടുത്തും. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായി.